2022 ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അവ്നി ലവേര. അവ്നി ലവേര എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ പാരാലിമ്പിക്സിൽ സ്വർണ്ണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ദെൻ ലുഡ്വിഗ് ഗുഡ്മാൻ എന്ന് പറഞ്ഞ പാരാലിമ്പിക്സിൻ്റെ പിതാവാണ്. ഇന്ത്യക്ക് 24 പോയിൻ്റാണ് ഈ പാരാലിമ്പിക്സിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ദുബായിലെ ഒരു ഒഴുകുന്ന ഹൗസിൻ്റെ പേരാണ് നെപ്റ്റ്യൂൺ. ഇത് സീഗേറ്റ് ഷിപ്പ്യാർഡാണ് സംഭാവന ചെയ്തത്. ദെൻ പെൻഹസൽ ടിൽറ്റ്മാൻ അവാർഡ് ഇപ്രാവശ്യം ലഭിച്ചത് അനിത ആനന്ദിനാണ്. ലണ്ടനിൽ താമസമാക്കിയ അനിത ആനന്ദിന്. ഇനി അടുത്തത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. സുരേഷ് അങ്കടി എന്നത് ഈയിടെ മരിച്ച കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയാണ്. കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. വിജനഭീതിയുടെ ഓർമ്മ ദിനം എന്നത് ഓഗസ്റ്റ് 14 സ്റ്റാർസ് എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ശ്രീവില്ലിപുത്തൂർ മേഘമലയിലാണ്, അതായത് 51ാമത് കടുവാ സങ്കേതം. രാജ്യത്തെ 51ാമത് കടുവാ സങ്കേതമാണ് ശ്രീവില്ലിപുത്തൂർ മേഘമല, തമിഴ്നാട്ടിലാണ്. ടെഡ്രോസ് അഥനോം എന്നത് WHO ഇപ്പോഴത്തെ ഡയറക്ടറാണ്. ഓപ്പറേഷൻ ദേവി ശക്തി എന്നത് താലിബാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേഷനാണ്, ഇന്ത്യയുടെ ഓപ്പറേഷനാണ്.